അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 മോഡല് ഓമിനി ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ ലോഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. This for the players out there, check out this dope shit, man. Players never down, we getting paid. Another day, another dollar living in the bay. Hustling for my Fetty, trying to play in my escape. I ain't staying in the matrix where they trying to get my papers. This for the players. Players never down, we getting paid. Another day, another dollar living in the bay. Hustling for my Fetty, trying to play in my escape. I ain't staying in the matrix where they trying to get my papers. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ഗ്രേ കളർ വണ്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്ന സമയത്ത് ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ബെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു വണ്ടിയുമേ അഡീഷണൽ ആയിട്ട് വർക്കുകൾ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ടോപ്പിൽ കളർ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു പിസ്ത ഗ്രീൻ കളറാണ് നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ രണ്ടും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ബൊലേറോയുടെ ടൈപ്പ് മിറർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലവിൽ നമ്മുടെ ബാഡ്ജിങ് കാര്യങ്ങൾ അടിയിൽ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കമ്പനി വരുന്ന ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അത് പുതിയതാക്കിയിട്ട് അതും ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ ഫുള്ളായിട്ട് സ്കേർട്ട് കാര്യങ്ങളൊക്കെ കയറ്റി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബമ്പർ ലിപ്പും കൊടുത്തിട്ടുണ്ട്. ആ ബമ്പറിനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2 ഫോഗ് ലാമ്പ്, അതേമാതിരി തന്നെ ഇൻഡിക്കേറ്റർ കസ്റ്റം ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ, പിന്നെ ബാർ ലൈറ്റ് കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് ഈ ഒരു വണ്ടിയുമേ ആ ഒരു നമ്മുടെ പഴയ ഒരു മിനിയായിട്ടും വ്യത്യാസപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് കളറാണ്. മറ്റേ വണ്ടി നാഡോ ഗ്രേ ആയിരുന്നു, ഇതാണെന്നുണ്ടെങ്കിൽ പിസ്ത ഗ്രീനാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സൈഡിൽ വരുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഡീഷണൽ ആയിട്ട് ഒരുപാട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ബെൻഡിങ് ഉണ്ട്. നിലവിൽ വരുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഗാർഡ് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇൻഡിക്കേറ്ററൊക്കെ കസ്റ്റം ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ, അതേമാതിരി തന്നെ മിററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബൊലേറോയുടെ ടൈപ്പ് മിററും അതിൻ്റെ മുകളിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്കേർട്ടിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഫ്രണ്ട് ബമ്പർ ആണെങ്കിലും സൈഡാണെങ്കിലും ബാക്ക് ആണെങ്കിലും ഫുള്ളായിട്ട് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വീൽസ് 4 അലോയ് വീൽസ് അപ്സൈസ് ആക്കിയിട്ടുണ്ട്. അലോയിലാണെങ്കിലും അതേപോലെ തന്നെ ടയറാണെങ്കിലും പുതിയതാണ് മേടിച്ചിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ വണ്ടിയുമേ, അതായത് നമ്മൾ നിലവിലുണ്ടായിരുന്ന വണ്ടിയുമേന്ന് പറഞ്ഞത് അപ്സൈസ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഓൾഡായിരുന്നു. ഇതാണെങ്കിൽ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള അലോയ് വീൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ ഒരു വണ്ടിയുമേ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ വരുത്തിയാണ് മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ ഫസ്റ്റ് മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസൈഡ് അല്ല, സ്പോയിലറാണ്. സ്പോയിലറിൻ്റെ താഴത്ത് ചെറിയ രണ്ട് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് മാത്രം ടിൻറ്റഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്പീഡ് ലൈൻ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിങ് കാര്യങ്ങളാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈൽ ലാമ്പ്, അതേമാതിരി തന്നെ ബമ്പർമത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പുതിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ മിനിമ ചെയ്ത രീതിയിൽ തന്നെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. സൈഡിലത്തെ ആണെങ്കിലും അതേമാതിരി വണ്ടിയുടെ ഓവറോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പത്തെ രൂപം ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടിയുടെ നമുക്ക് കിട്ടിയാർന്ന രൂപങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയായിരുന്നത്. പിന്നെ അതേമാതിരി തന്നെ പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും മെക്കാനിക് ആണെങ്കിലും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. 2012 മോഡലാണെങ്കിലും നമ്മുടെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടായ വണ്ടി 2008 മോഡലായിരുന്നു. ആ ഒരു വണ്ടി നമുക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണോ കിട്ടിയായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വർക്ക് ചെയ്തതിനെ പോലെ തന്നെ ഇതും അഡീഷണൽ ആയിട്ട് എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻസൈഡ് വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ റെക്സിങ് കാര്യങ്ങളൊക്കെ മാറി അത് ഡയമണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതുമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതും ഡയമണ്ട് ഷേപ്പിലാണ് ഫുള്ള് റെക്സിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നാപ്പ ലെതറിലാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ സൈഡ് പാഡ് കാര്യങ്ങളൊക്കെ ആ ഒരു ബ്ലാക്ക് കോമ്പോയിലാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കും പിസ്ത ഗ്രീനാണ് മെയിനായിട്ട് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഡാഷ്ബോർഡ് കളറിങ്, അതേമാതിരി ടോപ്പ്, അതേമാതിരി സൈഡ് പാഡ്, അതേമാതിരി സീറ്റ് കാര്യങ്ങൾ. പിന്നെ അഡീഷണൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമും അതേമാതിരി തന്നെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ റെഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി വർക്കുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് വരാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം കയറ്റിയിട്ടില്ല. അതേമാതിരി തന്നെ ഡിസ്പ്ലേ, ക്യാമറ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി അഡീഷണൽ ആയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇപ്പം നിലവിലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഓടി സീറ്റിംഗ് ആയതിനു ശേഷമാണ് സൗണ്ട് സിസ്റ്റത്തിലേക്ക് നിൽക്കുള്ളൂ. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് സൈഡ് പക്കയായതിനു ശേഷമാണ് നമ്മളിത് ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ കാര്യങ്ങൾ കിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മെക്കാനിക് ഔട്ട് സൈഡ് അതേമാതിരി തന്നെ ഇൻസൈഡും വർക്ക് കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിലും മെക്കാനിക് സൈഡ് പക്കയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പണി എപ്പോഴും കിട്ടും. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെക്കാനിക് കാര്യങ്ങളൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചെറിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും ഇന്നത്തെ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അറിയിക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.